ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഒരു ഫേസ് നമ്മൾ ഫുള്ളായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മിക്കവാറും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം വരയ്ക്കാൻ പോവുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫേസ് പകുതിയോളം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തും, അതായത് ഈ ഒരു ഭാഗവും നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് വരച്ച് തുടങ്ങാമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി നമ്മൾ വരച്ച് ഇവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ മാസം നമ്മൾ കണ്ണ് വരച്ച സമയത്ത് കണ്ണിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കണ്ണിലും ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ണിൻ്റെ പിരികം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡാർക്ക് പെൻസിൽ തന്നെ യൂസ് ചെയ്യാം. അവിടെ ലൈറ്റ് പെൻസിലിൻ്റെ ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് വേണമെങ്കിൽ വരച്ച് പോകാം. ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പ്, അതായത് കറക്റ്റായിട്ട് വരച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് ആ ഒരു ഷേപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാണ്ട് കണ്ണിൻ്റെ പിരികം അതുപോലെ തന്നെ നിങ്ങൾ വരച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗമൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ പാർട്ടിൽ ആ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്ത അത്രയും ഭാഗം നമുക്ക് ഇതിനകത്ത് ചെയ്യാനില്ല. അതായത് നമ്മൾ ആ ഒരു ഭാഗത്തായിരുന്നു കൂടുതലായിട്ടും ഷാഡോസ് വരുന്ന ഭാഗം. അപ്പോൾ ഇതിനകത്ത് കൂടുതലും ലൈറ്റ് അടിക്കുന്ന ഏരിയാസാണ് വരുന്നത്. പിന്നെ അത് കവളിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ണിൻ്റെ കുറച്ച് ഭാഗത്തല്ലാണ്ട് താഴോട്ട് അങ്ങനെ ഷാഡോസ് വരുന്നില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്ത സമയത്ത് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് മാത്രം കുറച്ചൊരു ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കുമ്പോൾ അവിടെ റൗണ്ട് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ കവള് കൂടുതലായിട്ടും തന്നെ ലൈറ്റ് അടിക്കുന്ന ഏരിയാസാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ അങ്ങോട്ട് ഒരുപാട് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തും പിന്നെ ആ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തും, മൂക്കിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ടിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു പാർട്ടിലും ചെയ്യാനുണ്ട്. കാരണം നേർപകുതി എന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ആ ഒരു ഷെയ്ഡിങ് വന്നിരിക്കുന്നത് മൂക്കിൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത്. പിന്നെ നമ്മൾ അടുത്ത ഒരു പാർട്ട് കൊണ്ടായിരിക്കും ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ആ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വരയ്ക്കാനേ ഉള്ളൂ. അപ്പം അതാണെങ്കിൽ പോലും നിങ്ങളത് കാണുക കേട്ടോ. നിങ്ങൾ ഞാൻ പറയാറുണ്ട്, ഓരോ പാർട്ടും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണുക. അപ്പം ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പം എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിൽ പോലും അതെങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയെന്ന് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് മാത്രമായിരിക്കുമല്ലോ വരയ്ക്കാനുള്ളത്. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു നെറ്റിയുടെ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഷെയ്ഡ് ചെയ്യാണ്ട്, അതായത് ഷെയ്ഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ സ്റ്റാമ്പ് ഇല്ലെങ്കിൽ കോട്ടൺ ബഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബ്രഷാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. എങ്കിൽ നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം പേപ്പർ സ്റ്റാമ്പ് ആയിരിക്കും. അപ്പം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പേപ്പർ സ്റ്റാമ്പിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങി വെക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡ്രോയിങ് മെറ്റീരിയൽസ് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും. ഒരുപാട് റേറ്റുള്ള സാധനങ്ങൾ നിങ്ങളൊന്നും വാങ്ങണ്ട. ജസ്റ്റ് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് അത് യൂസാണ്. കാരണം നമ്മൾ ഡെയിലി ഒക്കെ ഡ്രോയിങ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കത് എങ്ങനെയാണ് യൂസ് ആവും. അപ്പം ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചേക്കുക. കാരണം നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ഇല്ലാണ്ട് വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം വേണം നിർബന്ധമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ പുറത്തോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേസമയം പേപ്പർ സ്റ്റാമ്പാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഭാഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വാങ്ങി നോക്കാവുന്നതാണ്. അപ്പോൾ പെൻസിലിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർട്ട് ലൈൻ്റെ പെൻസിൽ വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് വാങ്ങി നോക്കാവുന്നതാണ്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആർട്ട് ലൈൻ്റെ പെൻസിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്കത് യൂസ് ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് ഈ ഒരു പെൻസിലാണ് യൂസ് ചെയ്യാറ് മെയിനായിട്ട്. വേറെ ഒന്നും പെൻസിൽ ഞാൻ വാങ്ങി നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ വാങ്ങി നോക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം വരച്ച് തുടങ്ങിയത് അപ്സരയുടെ പെൻസിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ പെൻസിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ഗ്രേഡിനനുസരിച്ച് പെൻസിലുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മുടി വരയ്ക്കുന്ന സമയത്താണെങ്കിൽ 8B 10B ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഷെയ്ഡിങ് ആണെങ്കിൽ 2B 4B അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ HB പെൻസിലുണ്ട്, അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഓരോന്നും ഓരോ ഷെയ്ഡിങ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വാങ്ങി നോക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് വാങ്ങി നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് വാങ്ങി നോക്കുന്നത് ഇഷ്ടമായോ, അല്ലെങ്കിൽ വരയ്ക്കാൻ എളുപ്പമാണോ, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഷെയ്ഡിങ് ഇല്ല. കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. പിന്നെ ആ മുടിയിലൊക്കെ വരുന്ന നിഴൽ വരുന്ന ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കവളിൻ്റെ ആ താഴോട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഷെയ്ഡിങ് ഇല്ല. അതിൻ്റെ ആ ഒരു താടിയും ആ ഒരു കവളും ചേരുന്ന ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒരു ഷെയ്ഡിങ് കൊടുത്താൽ മതി. പിന്നെ ആ മൂക്കിൻ്റെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ താടിയാണ്. താടിയും കൂടെ നമുക്ക് ഫുള്ളായിട്ട് വരയ്ക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു ഫേസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും.
പിന്നെ താടി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മുടി വരച്ചാൽ എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾ താടി വരയ്ക്കുക. ഓരോ രോമം വരുന്ന രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. ഓരോ തവണ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് താടി വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താടിയുടെ ഭാഗത്താണെങ്കിലും കുറച്ച് ലൈറ്റിരിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്, അതുപോലെ നരച്ച താടികളൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോന്നും അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പോലെ ചെയ്താലും മതി.